ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ ഇഗ്നോയിലുള്ള സോഷ്യോളജി കോഴ്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. സോഷ്യോളജി 3 കോഴ്സുകളായിട്ടാണ് ഇഗ്നോയിൽ വരുന്നത്. 2 ഡിഗ്രി പ്രോഗ്രാമും 1 PG പ്രോഗ്രാമുമായിട്ടാണ് വരുന്നത്. ഡിഗ്രി പ്രോഗ്രാം നമ്മൾ BA FSO ബാച്ചുലർ ഓഫ് ആർട്സ് സോഷ്യോളജി ഇതെടുത്തു കഴിഞ്ഞാൽ ഇതൊരു ജനറൽ ആർട്സ് കോഴ്സാണ്. ഇതിൻ്റെ മേജർ സബ്ജക്റ്റായിട്ട് സോഷ്യോളജി എടുക്കണം. മൈനർ സബ്ജക്റ്റുമായിട്ട് സോഷ്യോളജി അല്ലാത്ത ഹിസ്റ്ററിയിൽ നിന്നോ ഇക്കണോമിക്സിൽ നിന്നോ ഇംഗ്ലീഷിൽ നിന്നോ അങ്ങനെ ആർട്സ് സബ്ജക്റ്റിൽ നിന്നോ ഏതെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കോഴ്സ് എടുത്ത് പഠിക്കണം. ഇത് 4 വർഷമാണ് മാക്സിമം. 4 വർഷ ഡിഗ്രിയാണിത്, 3 ഇയർ അല്ല. അതിൽ നിങ്ങൾ 3 ഇയർ 3 ഇയറിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഇയർ ഡിഗ്രി കിട്ടും. 4 ഇയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 ഇയർ ഡിഗ്രി കിട്ടും. 4 ഇയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ MAക്ക് PGക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഇയർ 1 വർഷത്തെ MA കോഴ്സോട് കൂടിയിട്ട് നിങ്ങൾക്ക് ടോട്ടൽ PGയും അതുപോലെ ഡിഗ്രിയും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു BA SOH ബാച്ചുലർ ഓഫ് ആർട്സ് ഇൻ ഹോണേഴ്സ് ഇൻ സോഷ്യോളജി. ഇത് നല്ല അടിപൊളി കോഴ്സാണ്. പെട്ടെന്ന് പാസ്സാവണമെന്ന് പറഞ്ഞിട്ട് സംശയം ചോദിച്ചിട്ട് 1-2 സ്റ്റുഡൻസുകളൊക്കെ വരാറുണ്ട്. ഡിഗ്രി വേണം, പക്ഷേ അധികം മെനക്കെടാനൊന്നും വയ്യ. അവർക്ക് പറ്റിയതാണ് സോഷ്യോളജി, BA സോഷ്യോളജി ഇഗ്നോയിൽ 3 ഇയർ എടുക്കുക എന്നുള്ളത്. ഇതൊരു ഹോണേഴ്സാണ്. അതുപോലെ തന്നെ PSC UPSC മത്സര പരീക്ഷകളും സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട ടീച്ചിങ് ഫീൽഡിലേറ്റും B.Ed പോലെയുള്ള കോഴ്സുകളൊക്കെ എടുക്കാനും എന്ത് ചെയ്യാം. BA സോഷ്യോളജി പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഴ്സ് അടിപൊളി കോഴ്സാണ്. പെട്ടെന്ന് പാസ്സാവണം, അധികം റിസ്ക് എടുക്കാൻ വയ്യാത്തവർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, പഠിക്കാൻ സമയമില്ലാത്തവർ, കുറച്ച് സമയമുള്ളൂ, അവർക്കൊക്കെ ഇത് എന്ത് ചെയ്യാം, എടുക്കാം. അപ്പോൾ BA FSOയേക്കാളും ഏറ്റവും ഒന്നുകൂടി നല്ലത് BA SOH ആണ്, ഹോണേഴ്സ് പ്രോഗ്രാമാണ്. ഇതിൻ്റെ ഫീസ് കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഫീസ് വരുന്നത് 5300 രജിസ്ട്രേഷൻ ഫീ ഡെവലപ്മെൻറ്റ് ഫീ ആണ്, അതായത് 6000 രൂപയാണ്. എലിജിബിലിറ്റി രണ്ടിനും +2 തന്നെയാണ്. അതുപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ സോഷ്യോളജിയാണ് ഹോണേഴ്സിൽ വരിക. 4 ഇയർ ഡിഗ്രി ആയ ഒരു കോഴ്സിന് നമുക്ക് വരുന്നത് സ്പെഷ്യലൈസേഷൻ അല്ല കാണിക്കുക, പകരം ഒരു മിനിറ്റ്, BA FSOയിൽ വരുന്നത് സ്പെഷ്യലൈസേഷൻ കാണിക്കില്ല, പകരം മേജർ എന്ന് പറഞ്ഞിട്ട് മേജറും മൈനറും എന്ന് പറഞ്ഞിട്ട് 2 കോഴ്സുകളായിട്ടാണ് കാണിക്കുക. രണ്ടും ഡിസ്റ്റൻസ് പ്രോഗ്രാമാണ്. പിന്നെ ഇതിൽ രണ്ടിലും നമുക്ക് പ്രത്യേകം നമുക്ക് ഓരോ സ്റ്റഡി സെൻറ്റേഴ്സ് ഉണ്ടാവുമല്ലോ. രണ്ടിലും സെയിം സ്റ്റഡി സെൻറ്റേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് വടകര റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിലും അതുപോലെ കൊച്ചിൻ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിലും അതുപോലെ നമുക്ക് ട്രിവാൻഡ്രം റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിലൊക്കെ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൊച്ചിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജസാണ് ഈ കാണുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് രജിസ്റ്റർ ചെയ്യാം. വടകര റീജിയൻ സെൻറ്ററിൽ വരുന്ന കോളേജുകളാണ് ഇവയൊക്കെ. ഇതിൽ ഏതെങ്കിലും ഒന്നിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാൻ. പറഞ്ഞല്ലോ നമ്മളെല്ലാ വീഡിയോയുടെ കൂടി പറഞ്ഞ സ്റ്റഡി സെൻറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കോഴ്സ് കോർഡിനേറ്റ് ചെയ്യുന്ന കോളേജാണ്. എല്ലാ കാര്യങ്ങളും നടത്തപ്പെടുന്നത് ഈ ഒരു കോളേജിലായിരിക്കും. അസൈൻമെൻറ്റ്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അസൈൻമെൻറ്റ്, മാർക്കുകൾ. പക്ഷേ എക്സാം സെൻറ്റർ വ്യത്യസ്തമായിരിക്കും. അത് നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് മാത്രം സെലക്ട് ചെയ്താൽ മതിയാവും. അതുപോലെ ട്രിവാൻഡ്രം റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഇത്തരം കോളേജുകളുണ്ട്, അതൊന്ന് നോക്കാം. ട്രിവാൻഡ്രം റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ നമുക്ക് ഇത്രയും കോളേജസുകളാണ് വരുന്നത് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീടിനടുത്തുള്ള കോളേജസ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യാൻ ശ്രമിക്കണം. ഇതിൻ്റെ അക്കാദമിക് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് BSOC 101 മുതൽ 104 വരെ ഈ 4 സബ്ജക്റ്റുകൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. ഇത് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ്, ഇത് ഏതൊരു ഡിഗ്രി എടുക്കുന്ന സ്റ്റുഡൻസിനും ഇഗ്നോയിൽ പഠിക്കാനുള്ളൊരു കോഴ്സാണ് BA 181. അതുപോലെ ഈ ലാംഗ്വേജ് കോഴ്സായിട്ടുള്ള 182-ൽ ഇത് ഹിന്ദിയാണ്, ഇത് മറ്റൊന്ന് ഇംഗ്ലീഷാണ്. അപ്പോൾ നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളത് എടുക്കുക. ഈ ഒരു കോഴ്സുകൾ നിങ്ങൾ ഇത് എന്ത് ചെയ്യണം, ഏതൊരു ഡിഗ്രിക്കാർക്കുള്ള ഒരു കോഴ്സാണിത്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഇനി 2 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ കാണുന്ന സബ്ജക്റ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൽ നിന്നും ഒന്നും ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ചൂസ് ചെയ്യണം. അങ്ങനെ ടോട്ടൽ 8 സബ്ജക്റ്റുകളാണ് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത്.
ഹോണേഴ്സിൻ്റെ സബ്ജക്റ്റുകളാണ് നമ്മളിപ്പോൾ പറയുന്നത്. സോഷ്യോളജി ഹോണേഴ്സാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഒരു ഡിഗ്രി പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കാൻ പോവുകയാണെങ്കിൽ അത് സോഷ്യോളജിയിലെ ഹോണേഴ്സാണ്. സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് വരുമ്പോൾ 105 മുതൽ 110 വരെയുള്ള സബ്ജക്റ്റുകളാണ്. ഇവിടെ നിങ്ങൾക്ക് 4 സബ്ജക്റ്റുകൾ നിങ്ങൾ എലക്റ്റീവായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെയാണ് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ സിമ്പിൾ ആയിട്ടുള്ളത് എന്നുള്ളതൊക്കെ എഡ്യൂഫിക്സ് അക്കാദമി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നമ്മൾ കോൺടാക്ട് ചെയ്യുക. ഇനി 5ഉം 6ഉം സെമസ്റ്ററുകളിൽ നിങ്ങൾക്ക് ഈ ഒരു 111 മുതൽ 114 നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. പകരം നിങ്ങൾക്ക് ഇനി ഇതിൽ നിന്നും 2 എണ്ണവും ഇതിൽ നിന്നും 2 എണ്ണം, അങ്ങനെ ടോട്ടൽ 8 സബ്ജക്റ്റുകൾ തേർഡ് ഇയറിലും കൂടി പഠിച്ചു കഴിഞ്ഞാൽ 148 ക്രെഡിറ്റ്സിൻ്റെ ഒരു അടിപൊളി ഡിഗ്രി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. PSC UPSC അതുപോലെ ഹയർ സ്റ്റഡീസ് BEd പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോഴ്സായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാം. ഇതിൻ്റെ ക്ലാസ് വേണ്ടവർക്കും ബന്ധപ്പെടാം. അസൈൻമെൻറ്റ് സപ്പോർട്ട് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെടാം. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഒരു PG പ്രോഗ്രാമായിട്ടുള്ള മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ സോഷ്യോളജി, MA സോഷ്യോളജിയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇത് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്ന കോഴ്സാണ്. 2 ഇയർ ആണ് മിനിമം, മാക്സിമം 4 ഇയർ വരെ വാലിഡിറ്റി ഇഗ്നോ തരുന്നതാണ്. ഇംഗ്ലീഷിലാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഹിന്ദിയിലാണ് മീഡിയം ആയിട്ട് ഉണ്ടാവുക. സ്പെഷ്യലൈസേഷൻ സോഷ്യോളജി എന്ന് കാണിക്കും. നിങ്ങൾക്ക് എന്താണ് MEd ഒക്കെ എടുക്കാനൊക്കെ, അത് നിങ്ങൾ BEd കഴിഞ്ഞിട്ട് MEd ഒക്കെ എടുക്കാൻ പോകുന്നവർക്കൊക്കെ ഇതെന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. സോഷ്യോളജി കഴിഞ്ഞിട്ടുള്ള എല്ലാ ജോബ് വേക്കൻസികൾക്കും അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗങ്ങൾക്കും പ്രൈവറ്റ് സെക്ടറിലുള്ള ഉദ്യോഗങ്ങൾക്കൊക്കെ ഇത് ഉപകാരപ്പെടുന്ന ഒരു കോഴ്സാണ്. ഫീസ് വരുന്നത് 8700 രൂപയാണ്, രജിസ്ട്രേഷൻ ആൻഡ് ആൽമെൻറ്റ് ഫീസ് അടക്കം. എനി ഡിഗ്രിയാണ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എന്താണ് എലിജിബിലിറ്റി എന്ന് പറയുന്നത്, സോഷ്യോളജിയിൽ ഡിഗ്രി വേണമെന്നില്ല, എനി ഡിഗ്രിക്കാർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സ് എടുക്കാവുന്നതാണ്. കൊച്ചിൻ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഈ 2 കോളേജുകളിൽ മാത്രമേ ഇതിന് സീറ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. നോക്കൂ, വടകര റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഈ ഒരു 6 കോളേജുകളിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്റ്റഡി സെൻറ്ററായിട്ട് തിരഞ്ഞെടുക്കാൻ കഴിയുള്ളൂ. എക്സാം നിങ്ങൾക്ക് എവിടെ വേണമെച്ചാലും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ് തിരുവനന്തപുരം റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഇത്രയും കോളേജസിലാണ് ഈ ഒരു കോഴ്സിന് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ വീടിനടുത്തുള്ള കോളേജ് നോക്കിയിട്ട് തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ട സഹായത്തിനും രജിസ്ട്രേഷനും വേണ്ടിയിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി എഡ്യൂഫിക്സ് അക്കാദമിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്ത കോഴ്സിനെ കുറിച്ചിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്